നമസ്കാരം, എല്ലാവർക്കും ജീവധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കോവിഡ് കാലത്തെ മാനസികാരോഗ്യം എന്ന വിഷയത്തെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, കോവിഡിൻ്റെ 3ാം ഘട്ട വ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട വ്യാപനം ജനുവരിയിൽ തുടങ്ങി. കാര്യമായി കോവിഡ് ബാധിതരൊന്നും തന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മാനസിക വൈഷമ്യങ്ങളോ നമുക്കധികം അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല. എന്നാൽ 2ാം ഘട്ട വ്യാപനം മാർച്ചിൽ തുടങ്ങിയതോടെ നമ്മൾ പുതിയ പല കാര്യങ്ങൾ നേരിടേണ്ടി വരികയും അതിനൊപ്പം തന്നെ പല പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരികയും ചെയ്തു. കോവിഡ് വ്യാപനം തുടങ്ങിയപ്പോൾ നമുക്കറിയാം, പ്രതിരോധ മാർഗങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകിയത്. അതായത് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് ഏവർക്കും ഇതുവരെ പരിചിതമല്ലാത്ത മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുക, അതോടൊപ്പം സാമൂഹികമായി പുതിയൊരു കാര്യം കൂടി നമ്മൾ പരിചയപ്പെട്ടു. അതായത് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതുവരെ കേരളീയർക്ക് സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. അതോടൊപ്പം തന്നെ ലോക്ക്ഡൗൺ, കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ ഉപജീവന മാർഗങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റ് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാകട്ടെ അതൊക്കെ തന്നെ ഒഴിവാക്കി വീടിനകത്ത് അടച്ചിരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് കാണേണ്ടി വന്നു. ഇതൊക്കെ തന്നെ സാധാരണയായി നമ്മൾ കടന്നു പോകുന്നതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഓരോ മനുഷ്യൻ്റെയും മാനസിക നിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെയും മാനസികാരോഗ്യം കാത്തുരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമുക്കറിയാം, ക്വാറൻറ്റൈൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3ാം ഘട്ട വ്യാപനം നടപ്പിലായതോടുകൂടി ക്വാറൻറ്റൈനിൽ ഇരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പൊതു സമൂഹത്തെ ഒന്നടങ്കമാണ് ഈ ക്വാറൻറ്റൈനിലിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് സാമൂഹിക അകലം പാലിക്കുക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒന്നടങ്കം പൊതുസമൂഹത്തിനെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ മാനസികാരോഗ്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളാണുള്ളത്. അതായത് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ആരോഗ്യ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മാനസികാരോഗ്യം കാത്തുരക്ഷിക്കേണ്ട മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കുട്ടികൾ, അഡോളസെൻ്റ് ഗ്രൂപ്പിലുള്ളവർ, പ്രായമുള്ളവർ, വയോജനങ്ങൾ, പിന്നെ ജനറൽ പബ്ലിക്. ഇതിൽ ആദ്യം നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടത് ക്വാറൻറ്റൈനിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന, ക്വാറൻറ്റൈനിൽ പോകേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ കോവിഡ് ബാധ ഉണ്ടോ അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവാണോ എന്ന് സംശയിക്കുന്ന വ്യക്തികൾ എന്നിവരൊക്കെയാണ്. ഇപ്പോൾ അറിയാം, പ്രവാസികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവരിവിടെ പ്രവാസികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാകട്ടെ, അവർക്കൊക്കെ തന്നെ ആദ്യമായിട്ട് 14 ദിവസത്തെ ക്വാറൻറ്റൈൻ അല്ലെങ്കിൽ നിശ്ചിത സമയം അവർ വരുന്ന സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ പരിഗണിച്ച ശേഷം അവർക്ക് ക്വാറൻറ്റൈൻ നിർദ്ദേശിക്കപ്പെടുന്നു. സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ ഏതൊരു വ്യക്തിക്കും ആദ്യം തന്നെ സ്വന്തം വീട്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ തൻ്റെ ഓൺ ആൾക്കാരുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് ആദ്യം പോകേണ്ടി വരുന്നത് ക്വാറൻറ്റൈനിലേക്കാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ ആവാം, അല്ലെങ്കിൽ ഹോം ക്വാറൻറ്റൈൻ ആവാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ ആകുമ്പോൾ നേരിട്ട് സർക്കാർ തന്നെ ഏർപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. നമുക്ക് പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ പരിചിതമില്ലാത്ത വ്യക്തികൾ, ഭക്ഷണം, നമ്മുടെ ദൈനംദിന ചര്യകൾ, ഇതിലൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു അവസരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടി വരുന്നത്. ഇതൊക്കെ തന്നെ അവരെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. ഇതിന് എങ്ങനെയാണ് അത് നമുക്ക് ഒന്ന് പരിഹരിക്കാനാവുക? നമുക്കെല്ലാവർക്കും അറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പോൾ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അൺസർട്ടണാണ്. അതായത് പല കാര്യങ്ങളും അനിശ്ചിതത്വത്തിലൂടെയാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഓരോ വ്യക്തിയും ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. അതായത് കോവിഡ് വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളിൽ ആർക്കൊക്കെ കോവിഡ് പോസിറ്റീവാണ് അല്ലെങ്കിൽ കോവിഡിൻ്റെ
ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല, നമുക്ക് വരാൻ സാധ്യതകളുണ്ട് ഇതൊക്കെ സാഹചര്യങ്ങളാണ് എന്ന് കരുതി നമ്മൾ ഒരിക്കലും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നതിന് പകരം ഇത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ആ ഒരു അൺസർട്ടനിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു വ്യക്തി ക്വാറന്റൈനിലെത്തുമ്പോൾ അയാളുടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു വ്യക്തി മാനസികാരോഗ്യം നിലനിർത്തണം, അതോടൊപ്പം ശാരീരികം നിലനിർത്തണമെങ്കിൽ വേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉറക്കം ആ വ്യക്തിക്കുണ്ടായിരിക്കണം, അയാളുടെ ആഹാര കാര്യങ്ങൾ ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്താനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം, നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാരീരികമായ ആരോഗ്യവും അതോടൊപ്പം ഒരു മാനസികമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഈ ക്വാറന്റൈനിലിരിക്കുന്ന വ്യക്തികൾ അവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി അവരുടെ ദിനചര്യ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കുക. അതായത് നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആരോഗ്യ പ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരാകട്ടെ, വീട്ടിലുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക, എന്താണ് നമ്മളെ അലട്ടുന്നത്, അത്തരം പ്രശ്നങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക, കൂട്ടായി ചേർന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനപ്പുറം നമുക്ക് അത് പരിഹരിക്കാൻ കഴിയാത്ത വിധം മറ്റ് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ഒരു സഹായം തേടുക. ഇതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മാനസികാരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഉറക്കമെന്ന് പറയുന്നത്. ശരിയായ ഒരു ഉറക്കമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ടെൻഷൻസും ഫിയേഴ്സും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യോഗ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വ്യക്തിക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരു താളം കൃത്യമായി കൊണ്ടുപോകുന്നതിന് യോഗയിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാറന്റൈനിലിരിക്കുന്ന വ്യക്തികൾ ഒരു സമയം, ക്വാറന്റൈനിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് പലർക്കും ഉണ്ടാവുക. അതിന് പകരം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ആ റൂമിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പഴയ എന്തെങ്കിലും ഹോബികളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും തുടരാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലുള്ളവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. വീട്ടിലുള്ളവരോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഈ വർഷത്തെ യോഗയുടെ പ്രമേയം എന്ന് പറയുന്നതിനെ കുടുംബത്തോടൊപ്പം ചേർന്ന് യോഗ പരിശീലിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ക്വാറന്റൈനിലുള്ളവർ പോലെ തന്നെയാണ് വീട്ടിലുള്ളവരുടെയും ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. അതായത് വീട്ടിലുള്ളവർക്കും പല പല മാനസിക വിഷമങ്ങൾ നേരിടുന്നുണ്ടാവാം. അതായത് കോവിഡ് സംബന്ധിച്ചുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ടെൻഷനുകൾ ഉണ്ടാവാം, ജോലി പോയതിൻ്റെ ആകുലതകളോ, അല്ലെങ്കിൽ ഇനി എന്താണ്, അല്ലെങ്കിൽ ഭാവിയിൽ എന്താകും, വേറെ അതായത് ക്വാറന്റൈനിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് രോഗബാധയുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് അദ്ദേഹത്തിൽ നിന്ന് രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ വീട്ടിലുള്ളവരെയും അലട്ടുന്നുണ്ടാകാം. പക്ഷേ എന്ന് കരുതി ഒരിക്കലും ഇത് അന്യോന്യം ആകുലതകൾ മാത്രം ഷെയർ ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ വിഷമതകൾ കൂട്ടാതിരിക്കുക. പകരം പരസ്പരം സംസാരിച്ച് പോസിറ്റീവായി, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കിതൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കൂട്ടായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള വൃദ്ധജനങ്ങൾ, വയോജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് അസുഖങ്ങളും ഇതിനോടൊപ്പം പല പല കോമോർബിഡിറ്റീസൊക്കെ അവരെ അലട്ടുന്നുണ്ടാകും. കോവിഡിൻ്റെ ഒരു സമയമായപ്പോഴത്തേക്കിനും അവർക്ക് പുറത്തേക്ക് പോകുന്നതിന് റിവേഴ്സ് ക്വാറന്റൈൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് അധികം ഇറങ്ങാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള തടസ്സങ്ങൾ നേരിടുന്നു, അവരുടെ അസുഖത്തിന് കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷമതകളൊക്കെ തന്നെ പ്രായാധിക്യം ചെയ്യുന്നവരെ അലട്ടാറുണ്ട്. വീട്ടിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് കുറച്ച് സമയം ചെലവിടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാക്കുക. പ്രായാധിക്യമുള്ളവരെയും നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ പച്ചക്കറി നടുകയോ അല്ലെങ്കിൽ ഗാർഡനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരും ഒത്തുചേർന്നിരുന്നിട്ട് കളികളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അവർക്കും മനസ്സിന് ഒരു സന്തോഷം നൽകുന്നതായിരിക്കും. ഗർഭിണികളായിരിക്കുന്ന ആളുകൾ നമ്മുടെ വീടുകളിലുണ്ടാവും. അതുപോലെ പ്രസവശേഷം കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള അമ്മമാരുണ്ട്.
ഇവരൊക്കെ തന്നെയും ശരിക്കും അവരുടെ മാനസികാരോഗ്യത്തിന് കൃത്യമായ ഒരു പരിഗണന കൊടുത്ത് ശ്രദ്ധിക്കേണ്ടവരാണ്. അതായത് ഗർഭിണികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാം. അവരുടെ ഇപ്പം കോവിഡ് ബാധിക്കാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചാൽ എന്ത് ചെയ്യും, ഇനി കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റിയും ഒക്കെയുള്ള ഒരുപാട് ആകുലതകൾ ഗർഭിണികൾക്ക് ഉണ്ടാവാം. ഗർഭിണികളെ സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാകുന്നു. ഇതൊക്കെ തന്നെ അവരെ സംബന്ധിച്ച് ആകുലതകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഗർഭിണികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിളാണ്. അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി കുഞ്ഞു കുഞ്ഞ് ആക്ടിവിറ്റീസ്, അതായത് വായിക്കാം, നല്ല പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങൾ, അതായത് അമ്മയുടെ ആരോഗ്യം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മാനസിക നിലയും കൃത്യമാക്കി വെക്കുന്നതിന് അമ്മയുടെ മാനസിക നില ആരോഗ്യത്തോടെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള യോഗ പരിശീലിക്കാം, ബ്രീത്തിങ് പ്രാക്ടീസസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കോവിഡിൻ്റെ ഒരു വ്യാപനം അറിഞ്ഞെടുത്തോളം ഇതുവരെയുള്ള അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് അധികം ബാധിച്ച് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരധികം ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് പാല് കൊടുക്കുന്ന അമ്മമാർ. ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് പകരുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. സാധാരണയായി ഇതുവരെ ആർക്കും ബ്രസ്റ്റ് മിൽക്കിലൂടെ കോവിഡ് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നതായി കണ്ടിട്ടില്ല. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമുക്ക് ടെൻഷനും ആകുലതകളൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ റിസ്ക്കുകൾ എന്ന് പറയുന്നത് അതിനേക്കാളും കുറഞ്ഞേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെ വഴി മാറ്റിവിടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മറ്റൊരു കൂട്ടരാണ് ഭിന്നശേഷിക്കാരായ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. നേരത്തെ തന്നെ അവരുടെ സാമൂഹികമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ഡിസബിലിറ്റീസ് ഉള്ളവരെ സംബന്ധിച്ച്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നുകൂടി അവരുടെ ആ സാമൂഹികമായി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് അവരിൽ വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് പകരമായി, അതായത് അവരുടെ കൂട്ടായ്മകൾ അത് എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവരുടെ കെയർ ടേക്കേഴ്സ് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അതിനു വേണ്ടി അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവരുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇതൊന്നും തന്നെ പ്രാവർത്തികമാവില്ല. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇവർ എന്തൊക്കെയാണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ്, നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുന്നത് തുടങ്ങി കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട രീതികളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കുട്ടികളെ തന്നെ അവർക്ക് എത്രത്തോളം അത് പെർസീവ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുമുണ്ട്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പാറിപ്പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായിരുന്നു അവരുടേത്. അവരെയൊക്കെ പിടിച്ചൊരു കൂട്ടിലിട്ട കിളികളെ പോലെ ആക്കി വെച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് തന്നെ അതിനോടൊപ്പം മറ്റ് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊത്ത് കളിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് മാസ്ക് ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ അവർക്കത് അനുസരിക്കാനോ അല്ലെങ്കിൽ അതിനോടൊത്തു പോകാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ അതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതം
മുന്നോട്ട് കൊണ്ട് പോകേണ്ടി വരുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾ പറയാറുണ്ട് ബോറടിക്കുന്നു എന്ന്. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോറടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ കളികളാവാം, പഠനത്തിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രാക്ടീസസ് ആവാം, അതൊക്കെ തന്നെ നമ്മുടെ കയ്യിലൊരു ചെക്ക് ലിസ്റ്റായിട്ട് അവൈലബിൾ ആക്കി വെക്കുക പാരൻസ്. ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇവർ ബോറടിക്കുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോരോ കുഞ്ഞ് ആക്ടിവിറ്റീസ് അവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം പത്രങ്ങളിലാവട്ടെ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ആകട്ടെ ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ അവർക്ക് എന്താണ് അവരുടെ ഡൗട്ട്സ് ചോദിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. ആ ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന സമയത്ത് പാരൻസിൻ്റെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു ഗ്രീഫോ ആ കുട്ടികളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവർക്ക് കൃത്യമായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുക. അതുവഴി അവരെ ഈ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ക്ലാസ് റൂംസൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഇതിനോടൊക്കെയുള്ള ആക്സസ് കൂടുകയും അവർക്ക് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ ഇവിടെ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. ഏതൊരു കാര്യവും കൂടുതൽ സമയം ചെയ്യുകയും അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അഡിക്ഷൻ പോലെയുള്ള അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും, അതായത് കുട്ടികൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾ തങ്ങളുടെ മേലൊരു ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും ഞാൻ എന്താണ് ചെയ്യുന്നത്, ക്ലാസ്സിലാകട്ടെ അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് അച്ഛനും അമ്മയും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവണം. പക്ഷേ എന്ന് കരുതി മാതാപിതാക്കൾ ഒരിക്കലും അവരോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നിങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വയ്ക്കുകയല്ല വേണ്ടത്. പകരം അവർ ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അവർ എത്രത്തോളം സമയം ഈ വക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി സംശയങ്ങൾ ചോദിക്കുന്ന രീതിയിൽ അവരോട് സംസാരിച്ച് അതിൻ്റെ നല്ലതും മോശവുമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം അറിവിന് വേണ്ടിയിട്ടും അതുപോലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റ് മോശം കുറ്റകൃത്യങ്ങളും ക്രൂരതകളും അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഇൻ്റർനെറ്റ് തുറന്നു തരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക. അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിലും പഠനത്തിന് വേണ്ടിയാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സമയം നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ഇവരുടെ ഒരു കൃത്യമായ മേൽനോട്ടം ഇതിലൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലെങ്കിൽ അഡിക്ഷൻസ് പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ മാതാപിതാക്കളുടെ ഒരു കൃത്യമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കോവിഡ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ കൂടുതലായി ഉണ്ടായപ്പോൾ മദ്യം ലഭിക്കുന്നതിനുള്ള സംവിധാനത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്ഥിരമായി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം മദ്യം ലഭിക്കാതെ വരുമ്പോൾ അവർ അക്രമാസക്തരാകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അത് വീട്ടിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഈവൻ കുട്ടികളുടെ തന്നെയോ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഈ മദ്യം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഇവർ അക്രമാസക്തരാകുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, വീട്ടിൽ ബഹളം വെക്കുക, വീട്ടിലുള്ള വസ്തുക്കൾ വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവർ സംയമനത്തോടു കൂടി അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്നത് സംയമനത്തോടുകൂടി ഇടപഴകുകയും കുട്ടികൾ ഇത് നേരിടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ മദ്യം ലഭിക്കാതെ വരുന്ന ആ വ്യക്തിയെ അടിയന്തരമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എക്കാലത്തും വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ മാനസിക നിലയെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആദ്യം തന്നെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പല കുട്ടികളും സ്വന്തം വീട്ടിലും അല്ലെങ്കിൽ മറ്റു സ്ഥലത്തും ഒക്കെ തന്നെ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ
പീഡനങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വളരെയധികം അടുത്ത വ്യക്തികളിൽ നിന്നോ ഒക്കെ സ്വന്തം കുഞ്ഞിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് നാണക്കേടുകളോ, നമുക്കറിയാം സോഷ്യൽ സ്റ്റിഗ്മ, ഇതൊക്കെ കൊണ്ടോ ഒക്കെ അമ്മമാരും അത് പലപ്പോഴും പുറത്തു പറയാൻ മടിക്കാറുണ്ട്. പക്ഷേ ആ ഒരു കാണിക്കുന്ന മടി എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ മാനസിക നിലയെ തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക. അതുകൊണ്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അച്ഛന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം കുഞ്ഞിനെ എത്രത്തോളം നല്ല രീതിയിൽ ഈ വക സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് വളർത്താൻ പറ്റുമോ അതിന് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇത് ആരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിന് കുഞ്ഞുങ്ങളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് നമുക്ക് സുഖകരമല്ലാത്ത രീതിയിൽ പെരുമാറുന്നു എങ്കിൽ അത് കൃത്യമായി വീട്ടിലുള്ള അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് അപ്പൂപ്പൻ, അമ്മൂമ്മ ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സപ്പോർട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആ കുഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും അതിനെക്കുറിച്ച് പറയുകയോ ചെയ്യുകയില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളോട് ഈ ദ്രോഹം ചെയ്യുന്ന വ്യക്തികളാകട്ടെ അവർ ഭയപ്പെടുത്തുന്നുണ്ടാവാം. ഒരിക്കലും ഇത് മറ്റാരും പുറത്തറിയാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയപ്പെടുന്നുണ്ടാകും. ആ ഒരു അവസരത്തിൽ അച്ഛനും അമ്മയും വളരെയധികം സംയമനത്തോടു കൂടി അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനെ തടയാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണോ അത് ശ്രദ്ധിക്കുക. കഴിവതും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ നമുക്കറിയാം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും സ്കൂളിലെ ഹെൽത്തിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും സഹായം ഈ കുഞ്ഞുങ്ങൾ ഒന്ന് തേടുക. കൃത്യമായ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുക. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ മറ്റ് ഹെൽപ്പും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികളും കൃത്യമായി പ്രയോജനപ്പെടുത്തണം. ഈ സാഹചര്യത്തിനനുസരിച്ച് കോവിഡിനെ ഇന്നല്ലെങ്കിൽ നാളെ ഏവരും അതിജീവിക്കും അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതവും ആരോഗ്യത്തോടെ, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടു കൂടി ഏവരും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്.